നമസ്കാരം. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായൺ ബഗേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. പാലക്കാട് എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പരിശോധിച്ച് ഉചിതമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും. കേരളം പോലെയൊരു പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത കാണിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വാളയാർ ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന വിമർശനമുയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ബംഗ്ലാദേശി എന്ന് ആക്ഷേപിച്ചാണ് ആൾക്കൂട്ടം രാം നാരായണനെ ആക്രമിച്ചതെന്നും RSS നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ രാം നാരായണന്റെ കുടുംബത്തോടൊപ്പമുണ്ടെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ട ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ: തൊഴിൽ തേടിയെത്തിയ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകർ അടങ്ങിയ സംഘം വിചാരണ ചെയ്ത് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ബംഗ്ലാദേശി എന്ന ചാപ്പകുത്തൽ വംശീയ വിദ്വേഷത്തിൽ നിന്നും വംശീയ രാഷ്ട്രീയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിന്റെ ഇരയാണ് രാം നാരായൺ. ആൾക്കൂട്ടക്കൊല എന്ന് മാത്രമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും പറയുന്നത്. അതിന്റെ ഉത്തരവാദികളെ വ്യക്തമായിട്ടും മറച്ചുവെക്കുന്നത് എന്തിനാണ്? അറസ്റ്റിലായവർ 2 CPM പ്രവർത്തകരെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുമാണ്. അവരുടെ രാഷ്ട്രീയവും ക്രിമിനൽ പശ്ചാത്തലവും എല്ലാം വ്യക്തമാണ്. എന്നിട്ടും ആ വിദ്വേഷ രാഷ്ട്രീയമാണ് അതിന് പിന്നിലെന്നത് മറച്ചുവെക്കാൻ ശ്രമം നടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ CPIM വിദൂര ബന്ധമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആഘോഷിക്കപ്പെടുമായിരുന്നു ഈ ആൾക്കൂട്ടക്കൊല? സംഘപരിവാർ നേതൃത്വത്തിന് നേരെ ഒരു ചോദ്യം പോലുമില്ല. ഇത് മറച്ചുവെക്കുക വഴി ഈ വിദ്വേഷ രാഷ്ട്രീയത്തിന് വളമിടുകയാണ് നാം ചെയ്യുന്നത്. അതിനെ തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും MP രാജേഷ് പറഞ്ഞു. സർക്കാർ രാം നാരായണന്റെ കുടുംബത്തിനൊപ്പമുണ്ടെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും MP രാജേഷ് വ്യക്തമാക്കി. 5 പേരെ അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികളുണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ പഴുതടച്ച നടപടികളുണ്ടാകും. മലയാളിയല്ലാത്ത ഏതൊരാളും ബംഗ്ലാദേശിയാണ് എന്നതാണ് RSS കേരളത്തിൽ നടത്തുന്ന പ്രചരണം. അങ്ങനെ ചാപ്പകുത്തി അവരെ തല്ലിക്കൊല്ലുകയാണ്. ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി പിന്നെ തല്ലിക്കൊല്ലുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ടക്കൊലകൾക്ക് RSS ആണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ കേസിലും പ്രതിസ്ഥാനത്ത് സംഘപരിവാറാണെന്നാണ് MP രാജേഷ് കൂട്ടിച്ചേർത്ത്. എന്തായാലും പാലക്കാട്ടെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാര തുക ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. 25 ലക്ഷം രൂപ ലഭിക്കാതെ മൃതശരീരം ഏറ്റെടുക്കില്ല എന്നാണ് രാംനാരായണന്റെ ബന്ധുക്കൾ ഇന്നലെ കേരളത്തിൽ എത്തിയതിനു ശേഷം മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. അനാഥമാക്കപ്പെട്ട 2 മക്കളുള്ള ഒരു കുടുംബമാണ്. പോറ്റി പുലർത്തണം അവരെ. അതിനാൽ തന്നെ ഈ ഒരു നഷ്ടപരിഹാര തുക വേണമെന്നാണ് രാംനാഥിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്.